ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ 63-ാം ദശകമായ ഗോവർദ്ധനോദ്ധാരണം എന്ന കഥ നമുക്ക് കേൾക്കാം. ഒന്നാമത്തെ ശ്ലോകം. ദദൃശിരേ കില തക്ഷണമക്ഷതസ്തനിത ജൃംഭിത കമ്പിത ദിക്തടാ സുഷമയാ ഭവതംഗതുലാം ഗതാ വ്രജപദോപരിവാരിധരാസ്ത്വയാ. അർത്ഥം: തത്ക്ഷണം കില ത്വയാ വ്രജപദോപരി, ആ സമയത്ത് തന്നെ നിന്തിരുവടിയാൽ അമ്പാടിക്കു മുകളിൽ അക്ഷതസ്തനിത ജൃംഭിത കമ്പിത ദിക്തടാഹ, ഇടവിടാതെയുള്ള ശക്തിയേറിയ ഇടിമുഴക്കങ്ങളെക്കൊണ്ട് 8 ദിക്കും വിറപ്പിക്കുന്നവയും സുഷമയാ ഭവതംഗതുലാം ഗതാഹ വാരിധരാഹ ദദൃശിരേ, അവിടുത്തെ ശരീരം പോലെ നീലകാന്തിയേന്തുന്നവയുമായ കാർമേഘങ്ങൾ കാണപ്പെട്ടു. വിപുലകരകമിശ്രൈസ്തോയധാരാനിപാതൈഃ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിതഹരികൃതാന്ന പാഹി പാഹീതി തേഷാം വചനമജിതഃ ശൃണ്വൻ മാ ബിഭീതേത്യഭാണീ. അർത്ഥം: വിപുലകരകമിശ്രൈഃ തോയധാരാനിപാതൈഃ, വലിയ ആലിപ്പഴങ്ങളോടുകൂടി ധാരമുറിയാതെ പെയ്യുന്ന പെരുമഴ. ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ, എല്ലാ ദിക്കിലും ഗോപന്മാരെ മുഴുവൻ കഷ്ടപ്പെടുത്തി തുടങ്ങിയപ്പോൾ കുപിത ഹരികൃതാത് നഃ പാഹി പാഹി, കോപിച്ച ദേവേന്ദ്രൻ ഉണ്ടാക്കിത്തീർത്ത ഈ അനർത്ഥത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ. ഇത് തേഷാം വചനം ശൃണ്വൻ, എന്നിങ്ങനെയുള്ള അവരുടെ വാക്ക് കേട്ടിട്ട് അജിത, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത, ത്വം മാ ബിഭീത ഇതി അഭാണി, ഭഗവാനെ നിന്തിരുവടി നിങ്ങൾ പേടിക്കണ്ട എന്നരുളി ചെയ്തു. മൂന്നാമത്തെ ശ്ലോകം. കുലൈഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോർ വിഹതിമിഹ സരുന്ധ്യാത് കോനു വഃ സംശയോസ്മിൻ ഇതി സഹസിതവാദീ ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതമുദമുമൂലോ മൂലതോ ബാലതോർഭ്യാം. അർത്ഥം: ഇഹ കുലേ ഗോത്രഃ ഖലു ദൈവതം, ഈ ഗോപവംശത്തിൽ ഗോക്കളെ ത്രാണം ചെയ്യുന്ന, പശുക്കളെ രക്ഷിക്കുന്ന പർവ്വതമാണല്ലോ പരദേവത. ഇഹ ഗോത്രശത്രോഹോ, ഇപ്പോൾ ഇവിടെ പർവ്വതശത്രുവായ ദേവേന്ദ്രൻ്റെ വിഹതിം സഹ രുന്ധ്യാത്, എതിർപ്പിനെ ആ പർവ്വതം തടയും. അസ്മിൻ വഹ കഃ നു സംശയഃ ഇതി സഹസിതവാദി, ഇക്കാര്യത്തിൽ നിങ്ങൾക്കെന്താണ് സംശയം എന്നിങ്ങനെ ചിരിച്ചു പറഞ്ഞിട്ട് ദേവ, ഭഗവാനെ, ത്വം അവിടുന്ന്, ഗോവർദ്ധനാദ്രിം ഗോവർദ്ധന പർവ്വതത്തെ, ത്വരിതം പെട്ടെന്ന് തന്നെ, ബാലദോർഭ്യാം കുഞ്ഞിക്കൈകൾ കൊണ്ട്, മൂലതഃ ഉദമുമൂലഃ അടിയോടുകൂടി പറിച്ചെടുത്തു. നാലാമത്തെ ശ്ലോകം. തദനു ഗിരിവരസ്യ പ്രോദ്ധൃതസ്യാസ്യ താവത് സികതിലമൃദുദേശേ ദൂരതോ വാരിതാപേ പരികരപരിമിശ്രാൻ ധേനുഗോപാനധസ്താദ് ഉപനിദധതഥാ ഹസ്തപത്മേന ശൈലം. അർത്ഥം: തദനു താവത്, പിന്നീടാകട്ടെ, പ്രോദ്ധൃതസ്യ അസ്യ ഗിരിവരസ്യ അധസ്താത്, ഉയർത്തിപ്പിടിച്ച ഈ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ചുവട്ടിൽ, ദൂരതഃ വാരിതാപേ, അകലെ വെച്ചു തടയുകയാൽ, സികതില മൃദുദേശേ, വെള്ളം തീരെ കടക്കാത്ത മാർദ്ദവമുള്ള മണൽപ്പരപ്പിൽ, പരികര പരിമിശ്രാൻ ധേനുഗോപാൻ ഉപനിധതത് ത്വം, എല്ലാ ഗൃഹോപകരണങ്ങളോടും കൂടി
പശുക്കളെയും ഗോപന്മാരെയും ഒതുക്കി നിർത്തിയിട്ട് നിന്തിരുവടി ഹസ്തപത്മേന ചെന്താമരപ്പൂ പോലുള്ള ഒറ്റക്കൈ കൊണ്ട് ശൈലം അധത്താഹ ഗോവർദ്ധനത്തെ ഏറ്റി നിന്നു. അഞ്ചാമത്തെ ശ്ലോകം. ഭവതി വിധൃതശൈലേ ബാലികാഭിർവയസ്യൈരപി വിഹിതവിലാസം കേളിലാപാതിലോലേ സവിധമിളിതധേനൂരേകഹസ്തേന കണ്ടൂയതി സതി പശുപാലാസ്തോഷമൈഷന്ത സർവേ. അർത്ഥം. ഭവതി വിധൃതശൈലേ, അവിടുന്ന് പർവ്വതം പൊക്കിപ്പിടിച്ച് നിന്ന് ബാലികാഭിഹി വയസ്യൈഹി ഗോപബാലികമാരും സമപ്രായക്കാരായ ഗോപൻ കുമാരന്മാരുമായി അപി വിഹിതവിലാസം ഉത്സാഹത്തോടുകൂടി കേളിലാപാതിലോലേ നേരമ്പോക്ക് പറയുന്നതിനും മറ്റും താൽപ്പര്യം കാണിച്ചും സവിധമിളിതധേനൂഹു അടുക്കൽ വന്നുരുമ്മി നിൽക്കുന്ന പശുക്കളെ ഏകഹസ്തേന ഒരു കൈക്കൊണ്ട് കണ്ടൂയതി സതി ചൊറിഞ്ഞുകൊണ്ടും നിൽക്കുമ്പോൾ സർവേ പശുപാലാഹ എല്ലാ ഗോപന്മാരും തോഷം ഐഷന്ത സന്തോഷം പൂണ്ടു. ആറാമത്തെ ശ്ലോകം. അതിമഹാൻ ഗിരിരേഷതു വാമകേ കരസരോരുഹിതം ധരതേ ചിരം കിമിതമദ്ഭുതമദ്രിബലം നുയിതി ത്വദവലോകിഭിരാകഥി ഗോപകൈ. അർത്ഥം. ഗിരിഹി അതിമഹാൻ, ഗോവർദ്ധന പർവ്വതം വളരെ വലുതാണ്. ഏഷഹത്തു ഈ കൃഷ്ണനാകട്ടെ, തം ആ ഗോവർദ്ധനത്തെ വാമകേ കരസരോരുഹി ഇടത്തെ കൈത്താരിൽ ചിരംധരതെ വളരെ നേരമായി ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. കിം അദ്ഭുതമിതം, എന്തൊരത്ഭുതമാണിത്. അദ്രിബലം നു പർവ്വതത്തിൻ്റെ ശക്തിയായിരിക്കുമോ. ഇതി ത്വദവലോകിഭിഹി എന്നിപ്രകാരം നിന്തിരുവടിയെ നോക്കി നിൽക്കുന്ന ഗോപകൈഹി ആ കഥി ഗോപന്മാർ പറഞ്ഞു. ഏഴാമത്തെ ശ്ലോകം. അഹധാർഷ്ട്യമമുഷ്യവട്ടോർഗിരം വ്യഥിതപാഹുരസാവവരോപയേത് ഇതി ഹരിസ്ത്വയി ബദ്ധവിഗർഹണോ ദിവസസപ്തകമുദ്ഗ്രമവർഷയത്. അഹഹ അമുഷ്യ അമ്പമ്പ ഈ ചെറുക്കൻ്റെ അഹങ്കാരം, വടോഹോ ധാർഷ്ട്യം, വ്യഥിതബാഹുഹു കൈ കടഞ്ഞിട്ട് ഇവൻ ഗോവർദ്ധന പർവ്വതത്തെ അസൗ അവരോപയേത് താഴെ ഇറക്കി വയ്ക്കും. ഇതി ഹരിഹി ത്വയി ബദ്ധവിഗർഹണഃ ദിവസസപ്തകം ഉഗ്രം അവർഷയത് എന്ന് വിചാരിച്ചിട്ട് ദേവേന്ദ്രൻ നിന്തിരുവടിയുടെ പേരിൽ നിന്ദയോടുകൂടി 7 ദിവസം അതികഠിനമായി മഴ പെയ്യിച്ചു. എട്ടാമത്തെ ശ്ലോകം. അചലതി ത്വയി ദേവപദാപതം ഗളിത സർവജലേ ചഖനോത്കരേ അപഹൃതേ മരുതാം പതി ത്വദഭിഷംഗിതധീ സമുപാദ്രവത്. അർത്ഥം. ദേവ ഭഗവാനെ, ത്വയി അവിടുന്ന് പദാത്പദം അചലതി നിൽക്കുന്നിടത്തു നിന്ന് ഒരടി മാറാതിരിക്കുകയും ഗളിത സർവജലേ ഘനോത്കരേ മരുതാ അപഹൃതേച്ച വെള്ളം മുഴുവനും തീർന്ന് മഴക്കാറെല്ലാം കാറ്റ് അകറ്റുകയും ചെയ്തപ്പോൾ മരുതാംപതിഹി ദേവേന്ദ്രൻ ത്വദഭിഷംഗിതധീഹി നിന്തിരുവടിയെ പേടിച്ച് സമുപാദ്രവത് ഓടിപ്പോയി. ഒൻപതാമത്തെ ശ്ലോകം. ശമമുപേയുഷി വർഷഭരേ തഥാ പശുപഥേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിതഭൂധര
പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. അർത്ഥം: തഥാ അപ്പോൾ വർഷഭരേ ശമം ഉപേയുഷി പെരുമഴ തീരെ മാറുകയും പശുപഥേനുകുലേ ച വിനിർഗതേ ഗോപന്മാരും പശുക്കളും പുറത്ത് പോരുകയും ചെയ്തപ്പോൾ വിഭോ ഭഗവാനെ ഭുവി സമുപാഹിത ഭൂധരഃ ത്വം ഭൂമിയിൽ ഗോവർദ്ധനത്തെ ഇറക്കിവെച്ച നിന്തിരുവടിയെ പ്രമുദിതൈഹി പശുപൈഹി പരിരേഭിഷേ ഏറ്റവും സന്തുഷ്ടരായ ഗോപന്മാർ ആലിംഗനം ചെയ്തു. 10ാമത്തെ ശ്ലോകം. ധരണീമേവ പുരാ ധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ കശ്രമ ഇതി നോതസ്ത്രിദശൈകമലാപതേ ഗുരുപുരാലയ പാലയ മാം ഗതാത്. അർത്ഥം: പുരാ പണ്ട് ത്വം ധരണിം ഏവ ധൃതവാനസി വരാഹാവതാരത്തിൽ അവിടുന്ന് ഭൂമിയെ തന്നെ എടുത്തു പൊങ്ങിച്ചിട്ടുണ്ട്. ക്ഷിതിധരോദ്ധരണേ തവ കശ്രമഃ ഒരു പർവ്വതം മാത്രം എടുത്തുപോക്കാൻ അവിടുത്തേക്ക് എന്താണ് പ്രയാസം? ഇതി ത്രിദശൈഹി നുതഃ ത്വം എന്നിങ്ങനെ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട അവിടുന്ന് കമലാപതേ ലക്ഷ്മീവല്ലഭ ഗുരുപുരാലയ ഗുരുവായൂരപ്പ മാം ഗതാത് പാലയ എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ. ഭാഗവതം ദശമസ്കന്ധത്തിലെ 25ാം അധ്യായത്തിലെ 8ാം ശ്ലോകം മുതൽക്കുള്ള ഭാഗമാണ് ഈ ദശകത്തിൽ സംക്ഷേപിക്കുന്നത്. 63ാം ദശകമായ ഈ ഗോവർദ്ധനോദ്ധാരണം എന്ന കഥയിൽ ഗോവർദ്ധന പൂജ കഴിഞ്ഞ് ഇന്ദ്രൻ എന്താണ് വരാത്തതെന്ന് ഭഗവാൻ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ അമ്പാടിക്ക് മുകളിൽ ഇടവിടാതെയുള്ള ശക്തിയേറിയ ഇടിമുഴക്കങ്ങളെ കൊണ്ട് 8 ദിക്കും വിറപ്പിക്കുന്നവയും ഭഗവാന്റെ ശരീരം പോലെ നീലകാന്തി ഏന്തുന്നവയുമായ കാർമേഘങ്ങൾ കാണപ്പെട്ടു. വലിയ ആലിപ്പഴങ്ങളോടുകൂടി ധാരമുറിയാതെ ഇടവിടാതെ പെയ്യുന്ന പെരുമഴ എല്ലാ ദിക്കിലും ഗോപന്മാരെ മുഴുവൻ കഷ്ടപ്പെടുത്തി തുടങ്ങിയപ്പോൾ ദേവേന്ദ്രൻ്റെ കോപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള ഗോപന്മാരുടെ വാക്ക് കേട്ടിട്ട് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഭഗവാനെ നിന്തിരുവടി നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഈ ഗോപവംശത്തിൽ ഗോക്കളെ അതായത് പശുക്കളെ ത്രാണം ചെയ്യുന്ന രക്ഷിക്കുന്ന പർവ്വതമാണ് പരദേവത. ഇപ്പോൾ ഇവിടെ പർവ്വതശത്രുവായ ദേവേന്ദ്രൻ്റെ എതിർപ്പിനെ ആ പർവ്വതം തടയും. ഗോവർദ്ധന പർവ്വതം തടഞ്ഞിരിക്കും. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് സംശയം എന്നിങ്ങനെ ചിരിച്ചു പറഞ്ഞിട്ട് ഭഗവാനെ അവിടുന്ന് ഗോവർദ്ധന പർവ്വതത്തെ വേഗത്തിൽ കുഞ്ഞിക്കൈകൾ കൊണ്ട് അടിയോടുകൂടി പറിച്ചെടുത്തു. പണ്ട് പർവ്വതങ്ങൾക്ക് ചിറകുകളുണ്ടായിരുന്നു. പർവ്വതങ്ങളുടെ എല്ലാം ചിറകുകൾ മുറിച്ചതുകൊണ്ട് ദേവേന്ദ്രൻ പർവ്വതശത്രുവാണ്. ഈ ഗോവർദ്ധനോദ്ധാരണ കാലത്ത് ശ്രീകൃഷ്ണ ഭഗവാന് 7 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുഞ്ഞിക്കൈകൾ കൊണ്ട് ആ പർവ്വതത്തെ എടുത്തു എന്ന് പറയാൻ കാരണം. പിന്നീട് ഈ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ചുവട്ടിൽ അതായത് ഭഗവാൻ എടുത്തു പൊക്കിയ ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ചുവട്ടിൽ അകലെ വെച്ച് തടയുകയാൽ വെള്ളം തീരെ കടക്കാത്ത മാർദ്ദവമുള്ള മണൽപ്പരിപ്പിൽ എല്ലാ ഗൃഹോപകരണങ്ങളോടും കൂടി പശുക്കളെയും ഗോപന്മാരെയും ഒതുക്കി നിർത്തിയിട്ട് ഭഗവാൻ ചെന്താമരപ്പൂ പോലുള്ള ഒറ്റക്കൈ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഏറ്റി നിന്നു. ഭഗവാൻ പർവ്വതം പൊക്കിപ്പിടിച്ച് നിന്ന് ഗോപബാലികമാരും സമപ്രായക്കാരായ ഗോപകുമാരന്മാരുമായി ഉത്സാഹത്തോടു കൂടി നേരമ്പോക്ക് പറയുന്നതിനും മറ്റും താൽപ്പര്യം കാണിച്ചും അടുക്കൽ വന്നൊരുമ്മി നിൽക്കുന്ന പശുക്കളെ ഒരു കൈ കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടും നിൽക്കുമ്പോൾ എല്ലാ ഗോപന്മാരും സന്തോഷം പൂണ്ടു. കാരണം അത്രയും ലാഘവത്തോടെയാണ് ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തെ ഏറ്റി നിന്നത്.
ഗോവർദ്ധന പർവ്വതം വളരെ വലുതാണ്. ശ്രീകൃഷ്ണനാകട്ടെ ഈ ഗോവർദ്ധനത്തെ ഇടത്തെ കൈത്താരിൽ വളരെ നേരമായി ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. എന്തൊരത്ഭുതമാണിത്! പർവ്വതത്തിൻ്റെ ശക്തിയായിരിക്കുമോ എന്നിപ്രകാരം ഭഗവാനെ നോക്കി നിൽക്കുന്ന ഗോപന്മാർ പറഞ്ഞു. ഈ ചെറുക്കൻ്റെ അഹങ്കാരം കൈകടഞ്ഞിട്ട് ഇവൻ ഗോവർദ്ധനത്തെ താഴെ ഇറക്കി വയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് ദേവേന്ദ്രൻ ഭഗവാന്റെ പേരിൽ നിന്ദയോടുകൂടി 7 ദിവസം കൂടി അതികഠിനമായി മഴ പെയ്യിച്ചു. ഭഗവാനെ അവിടുന്ന് നിൽക്കുന്നിടത്ത് നിന്ന് ഒരടി പോലും മാറാതിരിക്കുകയും വെള്ളം മുഴുവനും തീർന്ന മഴക്കാറെല്ലാം കാറ്റ് അകറ്റുകയും ചെയ്തപ്പോൾ ദേവേന്ദ്രൻ ഭഗവാനെ പേടിച്ച് ഓടിപ്പോയി. അപ്പോൾ പെരുമഴ തീരെ മാറുകയും ഗോപന്മാരും പശുക്കളും പുറത്തു പോരുകയും ചെയ്തപ്പോൾ ഭഗവാനെ ഭൂമിയിൽ ഗോവർദ്ധനത്തെ ഇറക്കി വെച്ച അവിടുന്ന് ഏറ്റവും സന്തുഷ്ടന്മാരായ ഗോപന്മാർ വന്ന് ആലിംഗനം ചെയ്തു. പണ്ട് വരാഹാവതാരത്തിൽ ഭഗവാൻ ഭൂമിയെ തന്നെ എടുത്തു പൊങ്ങിച്ചിട്ടുണ്ട്. ഒരു പർവ്വതം മാത്രം എടുത്തു പൊക്കാൻ ഭഗവാൻ എന്താണ് പ്രയാസം എന്നിങ്ങനെ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട് അല്ലയോ ലക്ഷ്മി വല്ലഭ ഗുരുവായൂരപ്പ, എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ.